ഹലോ ഫ്രണ്ട്സ്, ബിയലോ ചാനലിലേക്ക് സ്വാഗതം. ബിറ്റർ സ്വീറ്റ് ലവ് ചൈനീസ് ഡ്രാമയുടെ എപ്പിസോഡ് 5 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫോർത്ത് എപ്പിസോഡ് കുറച്ച് ശോകമായിരുന്നു. അതായത് അവസാനം നമ്മുടെ ലുവെങ്സി, നമ്മുടെ ബെയിലുവിൻ്റെ എക്സ് വന്നിട്ട് ലുഫാനോട് പറയുന്നുണ്ട്, ഞാൻ ഈ കുറച്ച് ദിവസം ഉണ്ടാവും, നീ പുറത്ത് പോകേണ്ടി വരുന്നു പറയാണ്. അപ്പം നമ്മുടെ ചെക്കന് പെട്ടെന്ന് വിഷമാവുമെങ്കിലും അവൻ പണ്ട് നമ്മുടെ സിയാൻ പറഞ്ഞത് ഓർക്കും, നീ നിൻ്റെ സ്ഥാനം മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ അവൻ വേഗം എന്ത് ചെയ്യും, ശരിയെന്നും പറഞ്ഞിട്ട് കീയൊക്കെ അവിടെ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് അവൻ പോവുകയാണ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമാവട്ടെ ഈ സീന്. പക്ഷേ ഈ സമയത്ത് നമ്മുടെ കെ നമ്മുടെ ബ്രദർ ഒന്നും മിണ്ടുന്നുമില്ല. അപ്പം ഓക്കെ, അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ലിവിങ്സിക്കാണെങ്കിലും സന്തോഷമാവുന്നു. അവൻ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അവൻ്റെ വീടല്ല, ബ്രദറിൻ്റെ വീട്. ബ്രദറിൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പുറത്ത് കാവലിരിക്കുകയാണ്. എന്നാ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പെട്ടെന്ന് ആൻറ്റി വാതിൽ ഓർക്കുമ്പോഴത്തേക്കും പേടിക്കും. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്, നിനക്കിന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഞാൻ പുറത്തിറങ്ങി, പക്ഷേ ലേറ്റായി പോയി കയറാൻ, അപ്പോഴത്തേക്കും വാതിലടച്ചു എന്ന് പറയും. അപ്പോൾ ആൻറ്റി പറയും, ശരി ശരി, നീ ഇങ്ങനെ കറങ്ങി നടന്നോ, നീ മനസ്സിലാക്ക്, ബെയിലും എന്തൊക്കെയായാലും ഗ്രാജുവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോളേജിൽ ഇപ്പോഴും സീനിയേഴ്സ് ഉണ്ട്, നീ അവനൊരു നാണക്കേട് ഉണ്ടാക്കരുത് പറയും. അപ്പോൾ അവൻ എന്തോ മനസ്സിലിങ്ങനെ വിചാരിച്ച പോലെ ഇങ്ങനെ പറയും, ശരിയാണ്, ഞാൻ അവന് നാണക്കേടുണ്ടാക്കി, ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറയും. നമുക്ക് മനസ്സിലായി ഏതർത്ഥത്തിലാന്ന്. അങ്ങനെ അവൻ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര നിരാശനാണ്. അവിടെ കാണുന്ന ഫോട്ടോ എടുത്ത് നോക്കുന്നു. അതിൽ അവരുടെ മാരേജ് ഫോട്ടോയിൽ ലിങ്സീനെ മാത്രം മറച്ചിട്ട് അവൻ ഇങ്ങനെ ബ്രദറിനെ നോക്കും. അപ്പോഴത്തേക്കും അവന് കരച്ചിൽ വരികയാണ്. അങ്ങനെ കാലങ്ങളത് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഡിസിഷൻ എടുക്കേണ്ട സമയം വന്നപ്പോഴത്തേക്കും അങ്കിള് ചോദിക്കുന്നുണ്ട്, നീ ഇനി തുടർന്ന് പഠിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ പറയും, ഇല്ല, ഞാൻ പഠിത്തം നിർത്തുവാണ്, ഞാൻ ഇനി ജോലിക്ക് നോക്കാമെന്ന് പറയും. അപ്പോൾ അങ്കിള് ബ്രദറിനോട് പറയും, അതേ അവൻ പറയുന്നു ജോലിക്ക് നോക്കുകയാണ്, ഇനി പഠിത്തം നോക്കുന്നില്ല എന്നു പറയും. അപ്പോൾ നമ്മുടെ ബ്രദർ പറയും, അവൻ എന്തായാലും സ്വന്തമായിട്ടല്ലേ ഡിസിഷൻ എടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടേ പറയും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പിറ്റേ ദിവസം കോളേജിൽ നമ്മുടെ ഇണപ്രാവുകളെ പോലെ ബെയിലും ലിവിങ്സിയും നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവന് വിഷമാവുന്നുണ്ട് ലുഫാന്. ദെൻ ഇത് കഴിഞ്ഞ് നമ്മൾ ലുഫാൻ ജോലിക്ക് കയറുവാണ് കേട്ടോ. അങ്ങനെ ജോലിക്ക് കയറുന്നിടത്ത് ഭയങ്കര ട്രീറ്റ്മെൻ്റ് ആണ്. നല്ല സ്നേഹത്തിൽ തന്നെ അവരൊക്കെ അവിടെ ഇരുത്തുന്നുണ്ട്, ജോലിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയൊക്കെയോ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ വേറൊരു ലോകത്തെത്തുവാണ്. ശരിക്കും കംപ്ലീറ്റ്ലി അവൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോകത്തെത്തുവാണ്. അവൻ ഒഴിവ് സമയങ്ങളിൽ പോയിട്ട് CD എടുക്കും. അങ്ങനെ CD ഒക്കെ എടുത്ത് തപ്പി പിടിച്ച് കൊണ്ടുവന്ന് രാത്രി വീട്ടിലെ ലിവിങ് റൂമിൽ ഇരുന്നിട്ട് സിനിമ കാണലാണ് അവൻ്റെ പണി. ഇത് നമ്മുടെ ലിങ്സിക്കാണെങ്കിൽ ഭയങ്കര പരാതിയുണ്ട്. അവളാണെങ്കിൽ ബ്രദറിനെ വിളിച്ചിട്ട്, ദേ ഇവിടെ അവൻ എപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പരാതിയും പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ലുഫാന് ഫോൺ വരുന്നത്. ലുഫാൻ്റെ ബ്രദർ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അച്ഛനും അമ്മയും സിസ്റ്ററും ഒക്കെ കൂടി അങ്ങോട്ട് വരുന്നുണ്ട് പറയണം. അപ്പം ഇവൻ പറയുന്നുണ്ട്, എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നേ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, പിന്നെ അവർ കാണണ്ടേ, എത്ര നാളായി, 2 വർഷമായില്ലേ, ഇനി അവർക്ക് കാണണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഇവൻ കുറേ തടയാൻ നോക്കുമ്പോഴും ബ്രദർ സമ്മതിക്കുന്നില്ല. അവർ പോകുന്നു എന്നൊക്കെ പറയും. അങ്ങനെ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലിങ്സിനെയും കൂടി കാണാനാണ് വരുന്നത്. പക്ഷേ ലിങ്സി ഒരിക്കലും ഇവനുമായിട്ട് ഇപ്പോഴും സെറ്റായിട്ടില്ല എന്നുള്ളത് അവന് മാത്രമല്ലേ അറിയുള്ളൂ. അവൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ടിട്ട് ആൻറ്റി ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, പാരൻസ് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പം ആൻറ്റിക്കും അറിയാലോ കാര്യമൊക്കെ. അപ്പോൾ ലിങ്സി അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ലുഫാൻ ലിങ്സിന്ന് വിളിക്കും. പക്ഷെ അപ്പോൾ അവൾ എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു പോക്ക് പോകും. അതായത് അവന് കാര്യം പോലും പറയാൻ കിട്ടില്ല. വീണ്ടും അവനിങ്ങനെ ആകെ ചിന്തിച്ചിരിക്കുകയാണ്. കാരണം അപ്പോൾ അതേ ആ നാശമായ ഒരു എന്തായാലും പറയാം, അത് അവൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്, നമ്മുടെ ബ്രദറിൻ്റെ. അങ്ങനെ അവൻ ബ്രദറിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ വീണ്ടും അവൻ്റെ സ്ഥിരം പരിപാടി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ വീണ്ടും ഫോൺ വരുന്നു. ഈ ഫോൺ വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ബ്രദർ തന്നെ. വീണ്ടും അവനെ ശരിക്കും പറഞ്ഞാൽ ശല്യപ്പെടുത്താണ് ലുഫാൻ്റെ വീട്ടുകാർ തന്നെ. അങ്ങനെ അവൻ ഗതി കെട്ടിട്ട് അവസാനം ബ്രദറിനെ കാണാൻ പോവുകയാണ്. എൻ്റെ ബ്രദറിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണ്ട സീൻ. അങ്ങനെ അവൻ പറയാണ്, ലിങ്സിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ബ്രദറിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ബ്രദർ ഓക്കെ എന്ന് പറയാണ്. അപ്പം നമ്മുടെ ലുഫാൻ്റെ തെറ്റിദ്ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ, ബ്രദർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം തിരിച്ച് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ പകരം നമ്മൾ കണ്ടില്ലേ, കുറേ നാൾ സൂപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ അവൻ അതേ ഒരു ചിന്താഗതിയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ്റെ സീനിൽ കണ്ട പോലെ തന്നെ അവൻ പാൻസൂരിയാണ്. സോ വിച്ച് മീൻസ് ദാറ്റ് അവൻ്റെ ബോഡിയാണ് അവന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള രീതിക്കാണ് കാണിക്കുന്നത്. ഇനിയാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മുടെ ലുവെങ്സി വന്നിട്ട് ഈ ഡയലോഗൊക്കെ അടിച്ചിട്ട് നമ്മുടെ ലുഫാൻ താക്കോലൊക്കെ അവിടെ വെച്ച് പോകുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ വിചാരിക്കുന്നത്, ലുവെങ്സിയും ബെയിലും കൂടി ജീവിതം തുടങ്ങാൻ പോവാണ് വീട്ടിൽ എന്നൊക്കെയാണ്. പക്ഷെ സംഭവം അതല്ല. ലുവെങ്സി വന്നിട്ട് പറയാണ്, ഇപ്പം കണ്ടോ, അവൻ എന്തെങ്കിലും ഒരു ധൈര്യം ഉണ്ടോ നീ നോക്കി നോക്ക്, ഇത്രയും ധൈര്യമുള്ള എന്നെ പോലും നിന്റെ അമ്മ എന്താ ചെയ്തതെന്ന് നിനക്കറിയാലോ, എന്നെ പോലും ത്രറ്റൻ ചെയ്തിട്ടാണ് നമ്മുടെ റിലേഷൻ ബ്രേക്ക് ആയത്. അപ്പോൾ ഇങ്ങനെ പേടിത്തൊണ്ടനായിട്ടുള്ള ഇവനോടൊക്കെ നിന്റെ അമ്മ എന്ത് ചെയ്യുന്നു നിനക്ക് അറിയോ, അവൻ
അവനെ വെച്ചേക്കൂ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബെയിലുവിന് ഒന്നും മിണ്ടാനില്ല. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ ഇഷ്ടമായി ഇങ്ങനെ ഒരാളേന്ന്. അപ്പൊ നമ്മുടെ ബെയിലും കൂടെ ഒരു ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്, അതായത് നീ എന്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്നുള്ള മട്ടില്. എന്നിട്ട് ലുവൻസി പതുക്കെ എന്ന ലിമിറ്റ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബെയിലുവിന്റെ മനസ്സിൽ എപ്പോഴും എന്താണ്, ലുഫാൻ തന്നെയാണ്. പക്ഷെ ബെയിലുവിന് അറിയാം അമ്മ ഒരു ഭയങ്കര സംഭവമാണ്. അപ്പം ബെയില് പറയാണ് ലുവൻസിയോട്, നിന്നുള്ള റിലേഷൻ നിനക്ക് അറിയാലോ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് കുറച്ചധികം ഉണ്ട് അമ്മയ്ക്ക്, അപ്പൊ അതില് നിന്റെ ഷെയർ, ആ ഒരു ഷെയർ കണ്ടിട്ട് മാത്രമാണ് നിന്നോടുള്ള ബന്ധം എന്ന് പറയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ലുഫാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെയിലു ഈ കണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തത്. അവൻ അത്രയും ഇന്നസെന്റ് ആണ്. അവന് ശരിക്കും അമ്മേനെ ഇഷ്ടമല്ല. അപ്പം അമ്മയുടെ ബിസിനസ്സുകൾ തകർത്തുകൊണ്ട്, അതായത് ഒരു 2 വർഷം അവന് സമയം വേണം. അമ്മയുടെ ബിസിനസ്സുകളൊക്കെ ഒന്ന് തളർന്ന് അമ്മയ്ക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാത്രമേ അവന് ലുഫാനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഇതേ സമയത്ത് അവനെ ജോലിക്ക് വിടുന്നതൊക്കെ അതേ ലക്ഷ്യം കൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്കറിയോ, ഈ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവിടെയുള്ള മാനേജറെ ഇവൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവനെ നന്നായി നോക്കണം, 2 ലോറി സിഗരറ്റൊക്കെ ഞാൻ തന്നു വിടാന്നൊക്കെ പറയാണ്. ഒരുപക്ഷെ അന്ന് അതൊക്കെ ആയിരിക്കും വലിയ സംഭവം. അതുപോലെ തന്നെ നമ്മുടെ ലുഫാൻ ബെയിലുവിനെ കാണാൻ വന്നിട്ട് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് ബർത്ത്ഡേ അന്ന്. പക്ഷെ അവൻ ആ കാർഡ് കിട്ടുന്നുണ്ട്, ആ കാർഡ് അവൻ എടുത്തു വെക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ സ്റ്റുപ്പിഡ് എന്ന് പറയുന്നുണ്ട്, കാരണം അവന് മനസ്സിലാവുന്നില്ല ലുഫാനെ അവൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ അന്ന് നൈറ്റ് ഭയങ്കര ബോധം കെട്ട് ഡ്രങ്ക് ബെയിലു കിടന്നുറങ്ങുമ്പോൾ ലുഫാൻ കിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ലുഫാൻ പോയതിനു ശേഷം ബെയിലു എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ഗിഫ്റ്റ് വെച്ച പേന എടുത്തിട്ട് ആ പേന അവന്റെ ഷർട്ടിൽ കുത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിയാനാണെങ്കിൽ കാറിൽ ബെയിലുള്ളപ്പോൾ തന്നെ ലുഫാനെ പിക്ക് ചെയ്യാൻ വരും. പക്ഷെ അവൻ പറയില്ല, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് പറയും. അപ്പൊ നമ്മുടെ സിയാൻ ഉള്ളിൽ കയറിയിട്ട് പറയും, നിനക്ക് എന്താണ് പ്രശ്നം, ഇപ്പൊ നിനക്ക് എന്തിന്റെ കേടാണ് ഇപ്പൊ ഇവനെ വീണ്ടും നീ ഇങ്ങനെ വളയ്ക്കുന്നത്, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ പറയും. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ഈ കഥ പറയുന്നത്. അതായത് ഇവന്റെ അമ്മ എന്തായാലും ഇവനെ ദ്രോഹിക്കുന്നുള്ളത് ഉറപ്പാണ്. ലുഫാനെ ഭയങ്കര പവർഫുൾ ആണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവനെ ബാക്ക് സപ്പോർട്ട് ചെയ്യും വേണം, അവനെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. പക്ഷെ അവന്റെ അമ്മയെന്ന് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു കൊട്ടു കൊടുക്കണം. അപ്പൊ ആ അമ്മയ്ക്ക് പണി കൊടുക്കുന്ന സമയം കൊണ്ടാണ് ഇവനെ രക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. സോ ആ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ലുക്സിനെ കാണാൻ വേണ്ടിയിട്ട് പാരന്റ്സ് വരുമ്പോൾ അതിന് ഹെൽപ്പ് ചോദിച്ചിട്ട് ഇവൻ ചെന്നതൊക്കെ. അപ്പൊ അതിനുശേഷമുള്ള കഥയാണ് ഇനി വീണ്ടും നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ ചെക്കൻ സിനിമ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ദേ പെട്ടെന്ന് ബ്രദർ അടുത്തേക്ക് വരുവാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇവർ ഒരുമിച്ച് ഇരുന്നിട്ടില്ല. അപ്പോൾ ആക്ച്വലി അന്ന് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബെയിലും ഓർത്ത് വെച്ചിട്ട് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലുഫാൻ ഊതുമ്പോഴത്തേക്കും തിരി കേടില്ല. അപ്പോൾ 2 പേരും കൂടി ഊതും. അങ്ങനെ 2 പേരും കൂടി ഊതിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കഴിച്ചിരിക്കുകയാണ് ലുഫാൻ. അയ്യോ, അപ്പോഴാണ് ലുഫാൻ ഓർമ്മ, അയ്യോ ന്യൂസല്ലേ കാണേണ്ടത്, ഞാൻ ഈ സിനിമ വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ചെക്കൻ പറയും ഏയ് അത് കുഴപ്പമില്ല. പക്ഷെ 2 പേരും ആർഗ്യൂ ചെയ്യും. അവസാനം ബെയിലു തന്നെ ജയിക്കും. ബെയിലു പറയും വേണ്ട, എനിക്ക് സിനിമ കാണണമെന്ന് പറയും. അങ്ങനെ ദേ അവൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ലുഫാൻ ദേ നേരെ മേശയമ്മ തട്ടിയിട്ട് ബെയിലുവിന്റെ മടിയിലേക്ക് വീഴും. എന്നിട്ട് എഴുന്നേക്കാൻ നോക്കുമ്പോഴത്തേക്കും ബെയിലു സമ്മതിക്കില്ല. ബെയിലു ഇങ്ങനെ അവനെ മുറുക്കെ പിടിച്ചിരിക്കും. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വെച്ചിരിക്കുന്ന ഒരു പുതപ്പുണ്ട്, ആ പുതപ്പ് കൊണ്ട് മൂടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തണുത്തിട്ട് ലുഫാനെ പുതപ്പിച്ചു കൊടുത്തതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സോറി, എൻ്റെ ധാരണ വളരെ തെറ്റായിരുന്നു. അപ്പം ബർത്ത്ഡേ അല്ലേ, സോ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഗിഫ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മുടെ ലുഫാനെ ഫിസിക്കലി പ്ലീസ് ചെയ്യുന്ന രീതിക്കൊരു ഗിഫ്റ്റാണ് നമ്മുടെ ബെയിലു കൊടുത്തത്. സോ ഭയങ്കര എംബ്രാസ്ഡ് ആവുകയാണ് ലുഫാൻ. അത് കഴിഞ്ഞിട്ട് ബെയിലു എന്ത് ചെയ്യുന്നു, അവൻ്റെ വീടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ തിരിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് നാളെ നീ വീട്ടിലേക്ക് വരണം, സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, നീ എനിക്ക് സൂപ്പ് ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ബെയിലുവിനെയും ലുഫാനെയും കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ്. ദെൻ പിറ്റേ ദിവസം ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തുള്ള ഒരു പബ്ലിക് ബൂത്തിൽ നിന്ന് അവൻ ബെയിലുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെ പച്ചക്കറി വേണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ സൂപ്പ് കുട്ടി സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നതോടുകൂടി ഈ എപ്പിസോഡ് 5 അവസാനിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിനി 6ഉമായിട്ട് കാണാം. സോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബൈ.